കേരളം ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന അഭിമാന പദ്ധതിയായ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇത്തവണയും കേന്ദ്ര സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയില്ല. കേരളത്തിലായിപ്പോയി എന്നതുകൊണ്ട് മാത്രമാണ് പദ്ധതിയോടുള്ള കേന്ദ്ര അവഗണനയെന്നാണ് ഉയരുന്ന വിമർശനം. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത റെയിൽവേക്ക് നൽകിയ 439 ഏക്കർ ഭൂമി കാട് പിടിച്ചു കിടക്കുകയാണ്. കേന്ദ്ര ബജറ്റുകളിൽ നേരിടേണ്ടി വന്ന അവഗണനയുടെ ചരിത്രം മാത്രമാണ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് പറയാനുള്ളത്. VS സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച പദ്ധതി അന്നത്തെ പാലക്കാട് MP ആയിരുന്ന MP രാജേഷിന്റെ ശ്രമഫലമായാണ് റെയിൽവേ ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് 2012 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉമ്മൻചാണ്ടി പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും പിന്നീട് ഒരു ഇഞ്ച് പോലും പദ്ധതി മുന്നോട്ടു പോയില്ല. കേന്ദ്രം ഭരിക്കുന്ന BJP കേരളത്തോട് അവഗണന മാത്രമാണ് കാണിക്കുന്നതെന്നും പാലക്കാട് MP കഞ്ചിക്കോട് ഫാക്ടറിക്കായി ഒരു സമ്മർദ്ദവും ചെലുത്തുന്നില്ലെന്നും CPIM നേതാവ് നിതിൻ കണിച്ചേരി പറഞ്ഞു. പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ ജനപ്രതിനിധിയായ ശ്രീ VK ശ്രീകണ്ഠൻ ഒരു നിലയിലും ഈ കോച്ച് ഫാക്ടറിക്കായി ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയോ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥമായ ഇടപെടൽ ഈ കോച്ച് ഫാക്ടറിക്ക് വേണ്ടി നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇങ്ങനെ ഒരു കോച്ച് ഫാക്ടറി ആവശ്യമില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ഏറ്റെടുത്ത് നൽകിയ ഈ സ്ഥലം കേരളത്തിന് തിരിച്ചു നൽകാൻ റെയിൽവേ തയ്യാറാവുകയാണ് വേണ്ടത്. അതേസമയം കഞ്ചിക്കോടിനൊപ്പം പ്രഖ്യാപിച്ച മറ്റ് കോച്ച് ഫാക്ടറികളുടെ നിർമ്മാണം തകൃതിയായി നടക്കുന്നു. VS അച്യുതാനന്ദൻ സർക്കാരാണ് കോച്ച് ഫാക്ടറിക്കായി 439 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് നൽകിയത്. റെയിൽവേക്ക് കൈമാറിയ ഭൂമി ഇപ്പോൾ വന്യമൃഗങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രമാണ്. കൈരളി ന്യൂസ്, പാലക്കാട്.